കാത്തിരുന്നാൽ കിട്ടും എന്ന് ഉറപ്പുള്ളത് മരണം മാത്രമേയുള്ളൂ. അത് നമ്മളെ പറ്റിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളെ തേടി വരിക തന്നെ ചെയ്യും. മറ്റുള്ളവർക്ക് കിട്ടിയെന്ന് അസൂയപ്പെടാത്തതും അത് തന്നെയാണ്. കാത്തിരുന്നാൽ കിട്ടുന്നത് മരണം മാത്രമാണെന്ന്. ഇങ്ങനെ മലയാളികളായ നമുക്ക് ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ കിടപ്പുണ്ട്. കാത്തിരുന്നാൽ ഒരു സാധനമേ കിട്ടുള്ളൂ. എന്നാൽ ബൈബിൾ വായിക്കുമ്പോൾ കർത്താവിനെ കാത്തിരിക്കുന്നവർ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ചിറകടിച്ച് കയറും. അവർ കഴുകന്മാരെ പോലെ ഉയരങ്ങളിൽ കയറും. ബാല്യക്കാർ തളരും, യൗവനക്കാർ ഇടറി വീഴും. എന്നാൽ കർത്താവിനെ കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചില്ല. ഈ എളിയവൻ നിലവിളിച്ചു, അവൻ്റെ സകല കഷ്ടത്തിൽ നിന്നും ദൈവം അവനെ വിടുവിച്ചു. ഇങ്ങനെയുള്ള വാക്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു പുസ്തകമാണ് നമ്മുടെ സത്യവേദ പുസ്തകം. അതുകൊണ്ട് ഈ നെഗറ്റീവ് ചിന്തകൾ, കാത്തിരുന്നാൽ മരണം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് നാം പുറത്തു വരണം. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകില്ല. കാത്തിരിക്കുന്നവർ വാഗ്ദത്തങ്ങളിൽ നടക്കും. ഒരിക്കലും നമുക്ക് പരാജയപ്പെടാൻ കഴിയില്ല. യേശു നമ്മെ കാത്തിരിക്കുകയാണ്. അപ്പോൾ യേശു ഈ ഭൂമിയിലേക്ക് വരാൻ കാത്തിരിക്കുമ്പോൾ നാം യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുക. എല്ലാവരും ഒരു കാത്തിരിപ്പിൻ്റെ മുമ്പിലാണ്. എന്നാൽ ചെറിയ ചെറിയ കാത്തിരിപ്പുകൾ എല്ലാവർക്കും ഉണ്ട്. ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നന്നായി പഠിച്ചു, ഇനി ജോലി വേണം. പ്രായമായി, ഇനിയൊരു വിവാഹം നടക്കണം. കയ്യിൽ കുറച്ച് പൈസയുണ്ട്, എന്നാൽ നല്ലൊരു വീട് വെക്കണം. കാത്തിരിപ്പിൻ്റെ ഒരു ജീവിതമാണ് മനുഷ്യ ജീവിതം. ഈ പ്രകൃതിയിലെ ജീവികളെല്ലാം കാത്തിരിപ്പാണ്. ഞങ്ങളുടെ വീട്ടിലൊരു പട്ടിയുണ്ട്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ഞങ്ങളെ കാത്തിരിക്കുകയാണ്. വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആള് ചെറിയ ആളായതുകൊണ്ട് എടുക്കാൻ പറയും. എല്ലാവരും എടുക്കണം, മാറി മാറി എടുക്കണം. കാത്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാത്തിരിപ്പിൻ്റെ ഒരു സമൂഹം, ഒരു ഭൂമിയിലാണ് നമ്മൾ. അപ്പോൾ തന്നെ ദൈവം നമ്മെ നല്ല വീടുകൾ ഒരുക്കി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് കാത്തിരിപ്പിനെ നെഗറ്റീവായി കാണരുത്. കാത്തിരുന്നാൽ പ്രയോജനമില്ല എന്നുള്ള ചിന്തകളെ ജയിക്കുന്ന വചനം വേദപുസ്തകത്തിലുണ്ട്. ഈ സത്യങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം. അവൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ആരും ലജ്ജിച്ചു പോകില്ല. യേശുവിനെ പ്രതീക്ഷയോടെ ചേർന്ന് പാടി ആരാധിക്കാം. യേശുവേ നീ വേണം എന്നെന്നും എൻ ശ്വാസമേ. യേശുവേ നീ വേണം എന്നെന്നും എൻ ശ്വാസമേ. പ്രാണനേക്കാൾ നീ വേണം അരികിലെന്നും നീ വേണം. നിഴലിനേക്കാൾ നീ വേണം. ഞാൻ പാടും എൻ ശ്വാസമേ. പ്രാണനേക്കാൾ നീ വേണം അരികിലെന്നും നീ വേണം. നിഴലിനേക്കാൾ നീ വേണം. ഞാൻ പാടും എൻ ശ്വാസമേ. യേശുവേ യേശുവേ നീ വേണം എന്നെന്നും എൻ ശ്വാസമേ. യേശുവേ നീ വേണം
വേണം. ഞാൻ പാടും എൻ ശ്വാസമേ, പ്രാണനേക്കാൾ നീ വേണം. അരികിലെന്നും നീ വേണം. നിഴലിനേക്കാൾ നീ വേണം. ഞാൻ പാടും എൻ ശ്വാസമേ, എന്നെന്നും എന്നെന്നും എൻ ശ്വാസമേ, എന്നെന്നും എൻ ശ്വാസമേ. യോഹന്നാന്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യം, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിലും വസിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? എൻ്റെ സന്തോഷം നിങ്ങളിലും ഇരിക്കും, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നു. അപ്പം നമ്മൾ കർത്താവിൻ്റെ സന്തോഷം ഇരുന്നിട്ട് ഈ സന്തോഷം കൊണ്ട് നമ്മൾ നിറയണം. അതായത് യേശു പറയുകയാണ്, ഞാൻ പിതാവിനെ അനുസരിച്ച് ഞാൻ അത് എൻജോയ് ചെയ്തു. ആ സന്തോഷത്തിൽ നിറഞ്ഞു, പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് സംതൃപ്തനായവൻ. അതുകൊണ്ടാണ് ശമരിയക്കാരിയെ കാത്തിരിക്കുന്ന യേശു, ശമരിയക്കാരി പോയിട്ട് ആ ദേശക്കാരെ വിളിച്ചുകൊണ്ടുവരാനായിട്ട് കാത്തിരിക്കുന്ന യേശുവിന് ഭക്ഷിക്കാനായിട്ട് ശിഷ്യന്മാർ കൊടുത്തപ്പോൾ, നിങ്ങളറിയാത്ത ഒരാഹാരം എനിക്കുണ്ട്. അപ്പോൾ ഭക്ഷണമെന്ന് പറഞ്ഞാൽ വിശപ്പ് മാത്രമല്ല, അതൊരു ആനന്ദം കൂടിയാണ്. വിശപ്പിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിലെന്തെങ്കിലുമൊക്കെ വെട്ടി വിഴുങ്ങി തിന്നാൽ പോരെ? എന്തിനാണ് എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നത്? അവിടുത്തെ ഹോട്ടലിലെ ഭക്ഷണം കൂടുതൽ ആരോഗ്യം വരുത്തുന്നതാണോ? ഇല്ലാത്ത രോഗമൊക്കെ കൊണ്ടുവരുന്നതാണ്. എങ്കിലും അവിടെ പോകുന്നത് എന്താണ്? അതൊരു സന്തോഷമാണ്. അപ്പോൾ ഭക്ഷണമെന്ന് പറയുന്നത് ഒരു ഫെലോഷിപ്പാണ്. അവരപ്പം നുറുക്കാൻ കൂടി വന്നെന്നാണ് 1-ാം നൂറ്റാണ്ടിലെ സഭ. മാത്രമല്ല, യേശു ചുങ്കക്കാരുടെയും പാപികളുടെ സ്നേഹിതനെന്ന്, അവൻ തിന്നിയും കുടിയനുമായ മനുഷ്യൻ. എല്ലാ വീട്ടിലും കഴിക്കാൻ പോകും യേശു, ഏത് വീട്ടിൽ വിളിച്ചാലും. യോഹന്നാൻ അങ്ങനെയല്ല, ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് കാട്ടുതേനും വെട്ടുകിളിയും അതായിരുന്നു ആഹാരം. മനുഷ്യരുമായിട്ടുള്ള ബന്ധമൊന്നുമില്ല. യേശു മനുഷ്യരുടെ നടുവിൽ, ഒന്നുകൂടി പറഞ്ഞാൽ എവിടെ അലമ്പുണ്ടോ അലമ്പന്മാരുണ്ടോ ആ അവന്മാരെയൊക്കെ നടുവിലുണ്ട്. ഏത് മഹാഭാവികളുടെയും കൂടെ യേശുവുണ്ട്. പരിശുദ്ധനായവൻ ഇതാ മഹാഭാവികളുടെ നടുവിലിരിക്കുകയാണ്. എന്താണ്? പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് ആനന്ദിക്കുന്ന പുത്രൻ. ജനങ്ങളെ രക്ഷിച്ച് ജനങ്ങളുടെ സങ്കടങ്ങൾക്ക് പരിഹാരം കൊടുത്ത് അതിൽ ആനന്ദിക്കുന്ന ആനന്ദമാണ്. അപ്പം എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കണം. യേശു ഭൂമിയിലായിരുന്നപ്പോൾ സന്തോഷിച്ചത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ. ജനങ്ങളുടെ വേദനകളെ ഒപ്പുന്നതിൽ ഒരാനന്ദം. ഞാൻ 2 ടൈപ്പ് നേഴ്സുമാരെ കണ്ടിട്ടുണ്ട്. ഒന്ന്, ജനങ്ങളെ സേവിക്കാൻ വേണ്ടി നേഴ്സുമാർ ഡോക്ടർമാരാകുന്നവർ. അടുത്തത്, എങ്ങനെയെങ്കിലും ഒരു ഡോക്ടറാകണം, എങ്ങനെയെങ്കിലും ഒരു നേഴ്സാകണം, എങ്ങനെയെങ്കിലും ഒരു നേഴ്സായിട്ട് UK-ക്കോ അല്ലെങ്കിൽ ഓസ്ട്രേലിയക്കോ പോകണം. അവർക്ക് ശുശ്രൂഷ മനോഭാവമില്ല, അതിനകത്ത് ആനന്ദമൊന്നുമില്ല. ഇതൊരു ഡ്യൂട്ടിയാണ്. അങ്ങനെ ഡോക്ടർമാരുമുണ്ട്. എങ്ങനെയെങ്കിലും പഠിച്ചൊരു വലിയ ഡോക്ടറാകണം, വരുന്നവരോടൊക്കെ കൂടുതൽ കാശൊക്കെ മേടിച്ച് എങ്ങനെയൊക്കെ പേരും പ്രശസ്തി ഉണ്ടാകും. വേറെ ചിലർ സേവനമായിട്ട് ചെയ്യുന്നവർ. 2 പേരെയും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴറിയാം അവരുടെ പെരുമാറ്റം, മോശമായ പെരുമാറ്റം. അതായത്
അത് അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് അല്ല, അത് അവർക്കൊരു ശുശ്രൂഷയല്ല. അവരതിൽ ആനന്ദം കണ്ടെത്തുന്നില്ല. അവരുടെ ശമ്പളമാണ് അവരുടെ ഫോക്കസ്, ശുശ്രൂഷയല്ല. അവർ ശുശ്രൂഷ മനോഭാവത്തോടെ അല്ല അത് ചെയ്യുന്നത്. എന്നാൽ ശുശ്രൂഷ മനോഭാവത്തോടെ ചെയ്യുന്നവരാണ് അവരുടെ ശുശ്രൂഷകളിൽ വലിയ വിജയങ്ങൾ കൊണ്ടുവരുന്നത്. ഒരു ദൈവവേലക്കാരൻ പോലും അതിൽ എൻ്റർടൈൻമെൻറ്റ്, അതിനകത്തൊരു ആനന്ദം കാണണം. ഇപ്പോൾ ജീസസ് എവരിയുടെ നിങ്ങൾ കാണുന്നു, ഇതെടുക്കാൻ ഞാൻ ഇതിനകത്ത് എനിക്ക് ഭയങ്കര ആനന്ദമാണ്. ഇത് നിങ്ങളോട് പറയാൻ, എല്ലാ ദിവസത്തെയും പ്രോഗ്രാം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ ഇത് എനിക്കൊരു ഭാരമേ അല്ലത്. ഒരു സഭയുടെ പാസ്റ്ററായിരിക്കുന്ന എനിക്കൊരു ഭാരമില്ല. എനിക്ക് അങ്ങനൊരു വിഷമേ തോന്നിയിട്ടില്ല. ചിലയിടത്ത് എനിക്ക് പ്രസംഗിക്കാനായിട്ട് 3 മണിക്കൂർ തരാറുണ്ട്. ഞാൻ 3 മണിക്കൂർ കഴിഞ്ഞാൽ 1 മണിക്കൂറും കൂടി അവരോട് ചോദിക്കും. എനിക്കതൊരു ആനന്ദമാണ്. എനിക്കൊരു കഷ്ടപ്പാടായിട്ട് തോന്നിയിട്ടില്ല. ചിലർ ഇത് അങ്ങനെ ഇത്രയും നേരം സംസാരിക്കുന്നു. ഞാനിതിനകത്ത് ആനന്ദമാണ് കാണുന്നത്. ഞാനിത് സന്തോഷിക്കുകയാണ്. ദൈവവേലയെന്ന് പറയുന്നത് ഇതിൽ സന്തോഷം കണ്ടെത്തിയില്ലെങ്കിൽ ഇതൊരു പരാജയമാണ്. പോട്ടെ, അവിടം വരെയൊക്കെ വിട്. അവിടം വരെയും പോയില്ലെങ്കിൽ വീട്ടമ്മമാർ അടുക്കളയിലെ പണി നിങ്ങളൊരു ഡ്യൂട്ടി പോലെ ചെയ്യാമോ? നിങ്ങൾക്ക് എന്നും ദേഷ്യവും വഴക്കം. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, ഈ പിള്ളേർ തന്നെ നോക്കൂല, അങ്ങേരാണെങ്കിൽ പേപ്പറും വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങേർക്ക് വേറെ പരിപാടിയൊന്നുമില്ല, കുറച്ച് കാശ് മാത്രം കൊണ്ടുവന്നാൽ മതിയോ, എന്നെ ഒന്ന് സഹായിക്കണ്ടേ? അതായത് ഒരു വീട്ടമ്മ പറയണം, ഞാനാണ് ഈ വീട്, അതിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സന്ദേശം, ഞാനാണ് ഈ വീട് ഇങ്ങനെ ഓടിക്കുന്നത്. വീടല്ല ഓടിക്കുന്നത്, വീട്ടിലുള്ളവരെ ഓടിക്കാനുള്ള വർത്തമാനമാണ് ഈ പറയുന്നത്. എല്ലാവരും ഇത് ആസ്വദിക്കണം. അടുക്കളയിൽ എൻ്റെ അമ്മയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നും 78 വയസ്സ് കഴിഞ്ഞു, ഇന്നും 5 തരം കറി ഉണ്ടാക്കും. നടക്കാൻ മേല, ചെവിയൊന്നും ശരിക്ക് കേൾക്കൂല, കണ്ണ് ശരിക്ക് കണ്ടുകൂടാ. ഇപ്പോഴും എത്ര പേര് വീട്ടിൽ വന്നാലും തീറ്റിപ്പോറ്റും. 78 വയസ്സുകാരിയാ, ഒരു കുഴപ്പമില്ല. എന്താ കാര്യം? അതൊരു ആനന്ദമാണ്, അതൊരു സന്തോഷമാണ്. എന്നാൽ ഇതൊരു ചടങ്ങാക്കിയാലോ, നമ്മുടെ വീട്ടിലൊരു അതിഥി വരാൻ പോയാൽ ദേഷ്യമായിരിക്കും. എനിക്കൊരു വിശ്രമവുമില്ല, ഞാൻ ആകെ ടയേർഡാണ്. ചുമ്മാ യേശു പറയണം, എൻ്റെ പിതാവിൽ ഞാൻ സന്തോഷിച്ചതുപോലെ നിങ്ങൾ എൻ്റെ സന്തോഷത്തിൽ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ എൻ്റെ സന്തോഷം നിങ്ങളിൽ നിറയണം. ഞാൻ എന്തിൽ ആനന്ദിച്ചുവോ അത് നിങ്ങളിൽ വരണം. എന്നിട്ട് അതിൽ നിങ്ങൾ വർദ്ധിക്കണം. ഞാൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത അതിനകത്താണ് ഞാൻ ആനന്ദിച്ചത്. ഒന്നുകൂടി ഞാൻ ആ വാക്യം വായിക്കാം. എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും ഇത് ഞാൻ നിങ്ങളോട് പറയുന്നു. പിതാവിൻ്റെ വഴിയിൽ നടന്ന് ഞാൻ ചെയ്ത പോലെ നിങ്ങൾ എൻ്റെ വഴിയിൽ നടന്ന് ഈ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളിൽ വരും. ഞാൻ എന്തിലാണ് സന്തോഷിച്ചത് അത് നിങ്ങളിലോട്ട് വരും. എന്നിട്ട് നിങ്ങളുടെ സന്തോഷം അതങ്ങോട്ട് പൂർണ്ണമാകും. നമ്മുടെ വീട്ടിലെ പുല്ല് പറിക്കുന്നത് പോലെ നമുക്കൊരു സന്തോഷമായിരിക്കണം. കഴിഞ്ഞ ദിവസം ഒരു അപ്പനും അമ്മയും UK നാട്ടിലോട്ട് വന്നു. അവരവിടെ പോയിട്ട് അധികം ദിവസം നിന്നില്ല. 1 മാസമായിട്ട് നിന്നിട്ട് നാട്ടിലോട്ട് വന്നു. എന്താണ്? അവിടെ ഇരിക്കാൻ മേല, വീട്ടിലെ പുല്ല് പറിക്കണമെന്ന്. അവിടെ പറിക്കാൻ പുല്ലില്ലെന്ന്. UK പറിക്കാൻ അവിടെ ലോണൊക്കെ ഇങ്ങനെ വെട്ടി വൃത്തിയായിട്ട് വെച്ചേക്കുകയാണ്. അവിടെ പറിക്കാൻ പറ്റൂല. അപ്പോൾ വീട്ടിൽ വന്നിട്ട് വേണം. ഇവിടെ ആകുമ്പോൾ ആവശ്യത്തിന് 10 സെൻറ്റ് ഭൂമി വീടിന് ചുറ്റും നടന്ന് പുല്ല് പറിക്കാം. ഇവിടെ പുല്ല് പറിക്കാൻ പുല്ലില്ലെന്ന്. അവരതിൽ സന്തോഷിക്കുകയാണ്. എന്നാൽ ഈ അപ്പനെയും അമ്മയും വിളിച്ച് ചെറുപ്പക്കാരെല്ലാം കൂടി UK ഓസ്ട്രേലിയയിലും അമേരിക്കയിലും കൊണ്ടുപോകും. 6 മാസത്തേക്ക് വിസ എടുത്ത് കൊണ്ടുപോവുകയാണ്. അവർ 2 മാസമാകുമ്പോൾ കയറ് പൊട്ടിക്കും ഇവിടെ വരാൻ വേണ്ടി. കാരണം അവർക്ക് പറ്റൂല. അവരാനന്ദിക്കുന്നത്, അവർക്ക് ചിലതിലൊരു ആനന്ദമുണ്ട്. അപ്പം മക്കളുടെ ആനന്ദം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ രാജ്യത്തെ തണുപ്പും കാലാവസ്ഥയും ജോലിയും ജീവിതവും കാറും വീടും സൊസൈറ്റിയും ആ ഒരു രീതിയിൽ അവരതിൽ ആനന്ദിക്കുമ്പോൾ അപ്പനും അമ്മയും അതിലോട്ട് വന്നിട്ടില്ല. അവർ ഈ കൊച്ചു നാട്ടിലെ കൊതുകടിയും കൊണ്ട് വെയിലും കൊണ്ട് മുണ്ടും മടക്കി കുത്തി അതിലാണ് ആനന്ദിക്കുന്നത്. എന്തിലാണ് ആനന്ദിക്കുന്നത് അതായിരിക്കും കൂടുതൽ തുടരുന്നത്. അതുകൊണ്ട്
യേശുവിലുള്ള ആനന്ദം നമ്മിൽ വർദ്ധിക്കണം. യേശു എന്തിൽ ആനന്ദിച്ചു? പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ആനന്ദിച്ചു. പിതാവിൻ്റെ വേല തികയ്ക്കുന്നത് എൻ്റെ ആഹാരമാണ്. അത് തന്നെ നമുക്കൊരു ആനന്ദമാകണം. ദൈവവേല എൻജോയ് ചെയ്തില്ലെങ്കിൽ ദൈവവേല ചെയ്യാൻ പറ്റില്ല. വർഷിപ്പ്, നിങ്ങളൊരു വർഷിപ്പ് ലീഡറാണോ, നിങ്ങളത് എൻജോയ് ചെയ്യും. എപ്പോഴും പാടിക്കൊണ്ടിരിക്കുക. ചിലരങ്ങനെയാണ് വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്. മീറ്റിങ്ങിന് ഇന്ന് ഏതൊക്കെ പാട്ടാണ് പാടുന്നത്, ഇതേത് പാട്ടാണ്, ഏത് മേജറാണ്, സി മേജറാണോ മൈനറാണോ, എന്നിട്ട് വന്ന് നിൽക്കുമ്പോൾ തന്നെ അറിയാം, അവർ നോക്കി പാടുമ്പോൾ തന്നെ മുഖമൊക്കെ കാണുമ്പോൾ അറിയാം അവർ എൻജോയ് ചെയ്യുന്നേ ഇല്ല. എന്നാൽ ചിലരെപ്പോഴും കർത്താവിലാണ്. എപ്പോഴും വർഷിപ്പ് ചെയ്യുന്നവർക്ക് പിന്നെ ആ സ്റ്റേജിൽ കയറിയിട്ട് ഒരു വെപ്രാളം കാണിക്കേണ്ട ആവശ്യമില്ല. അവരതിൽ എൻജോയ് ചെയ്യുക. എപ്പോഴും കർത്താവിലാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് പറയാൻ കുറേ ഉണ്ടാവും. അതൊരിക്കലും നിങ്ങളുടെ വായിൽ നിന്ന് മാറിപ്പോകില്ല. കർത്താവ് അതിനുള്ള കൃപ തരും. എൻജോയ് ചെയ്യുക, ജീവിതം ആസ്വദിക്കുക. വിവാഹം എന്തിനാണ് വിവാഹം? സന്തോഷിക്കാൻ. യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിക്കുക എന്ന് എഴുതി വച്ചിരിക്കുന്നു. കുടുംബജീവിതത്തിൽ സന്തോഷിക്കണം. സന്തോഷം നഷ്ടപ്പെടുമ്പോൾ വീട്ടിനകത്ത് വഴക്ക് തുടങ്ങും. അതുകൊണ്ട് സന്തോഷിക്കണം, സന്തോഷം പൂർണ്ണമാകണം. ആദാമിന് ഔവയ്ക്കും ദൈവമാണ് കുടുംബം കൊടുത്തത് സന്തോഷിക്കാൻ. അവർ സന്തോഷിച്ചു. എന്നാൽ ആ സന്തോഷത്തെ പിശാച് കെടുത്തിയെങ്കിലും വീണ്ടും യേശു കർത്താവ് വന്ന് നഷ്ടപ്പെട്ട സന്തോഷത്തെ മാനവജാതിക്ക് തിരിച്ചു തന്നു. അതുകൊണ്ട് കുടുംബജീവിതം സന്തോഷമാകും, മക്കളൊരു സന്തോഷമാകും. വീടെന്ന് പറയുന്നത് നമുക്ക് ആനന്ദിക്കാൻ കഴിയും. സഭയെന്ന് പറഞ്ഞാൽ നമുക്കൊരു ആനന്ദമാകണം. ആനന്ദം എവിടെയുണ്ടോ അവിടെയെല്ലാം പിള്ളേർ വരും. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം, ഇപ്പോൾ ഒരു കുടുംബം പുതുതായിട്ട് പ്രൈസ് ജനറേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ആ കുടുംബം പറഞ്ഞൊരു കാര്യം, അവർക്ക് വർഷങ്ങളായിട്ട് പ്രൈസ് ജനറേഷനിൽ വരണമെന്നുണ്ട്. എന്നാൽ പലരും പറഞ്ഞു വച്ചിരിക്കുന്നത് ആ ചർച്ചിൽ പോകരുതെന്നാണ്. എന്താണ്? പ്രൈസ് ജനറേഷൻ ചർച്ചിൽ പോയാൽ ഈ ചെറുപ്പക്കാരെയൊക്കെ ഈ പാസ്റ്റർ പിടിച്ചു വെക്കും, വിടൂല്ലെന്ന്. എപ്പോഴും ചെറുപ്പക്കാരെ വീട്ടിൽ കിട്ടൂല, എപ്പോഴും ചർച്ചിലാണ്. അതെന്താ കാരണം? വാസ്തവാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ നിറയെ ചെറുപ്പക്കാരുണ്ട്. അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞായറാഴ്ച സഭായോ രാവിലെ വന്നു കഴിഞ്ഞാൽ അവർ പോകുന്ന വൈകിട്ട് 5 മണിക്കാണ്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും. സഭായോഗം, സൺഡേ ക്ലാസ്, യൂത്ത് മീറ്റിംഗ്, അത് കഴിഞ്ഞ് ക്ലീനിങ് ഉണ്ട്. ചർച്ച് മൊത്തം അങ്ങോട്ട് ക്ലീൻ ചെയ്യും. ഇവിടെ ആരെയും കൂലിക്കൊന്നും വെച്ചിട്ടില്ല. ഈ ചെറുപ്പക്കാരൊക്കെ കൂടി അത് ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവർ പന്ത് കളിക്കും. എല്ലാ പരിപാടിയും ഉണ്ട് ഇവിടെ. ഒരു വീടാണ്. അവരതിനകത്ത് എൻജോയ് ചെയ്യണം. അവർ സന്തോഷിക്കുകയാണ്, സന്തോഷത്തോടെ ചെയ്യുന്നത്. ഈ ദിവസങ്ങളൊക്കെ ഇവിടെ ചെറുപ്പക്കാരോട് നിന്ന് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരെ ഞാനതിന് വിട്ടേക്കണം. അവരതിൽ ആനന്ദിക്കണം. ദൈവവേല ചെയ്യുന്നതിൽ ഒരു ടൈം വെക്കരുത്. 8 മണിക്കൂറിനോ 24 മണിക്കൂർ ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആക്കി മാറ്റണം. അല്ലെങ്കിൽ ജീവിതം മടുപ്പായി മാറും. അങ്ങനെ ഒക്കെ എൻ്റെ കൂടെ നിന്ന് ദൈവവേല ചെയ്ത ഒത്തിരി പേരുണ്ട്. അവരെല്ലാം പൊട്ടിപ്പോയി. അവർക്കൊന്നും പിടിച്ചേക്കാൻ പറ്റിയില്ല. കാരണം ഇത് 24 മണിക്കൂറും കർത്താവിൻ്റെ സന്തോഷത്തിലുള്ള സമൃദ്ധിയിലുള്ള വസിക്കലാണ്. അതിനുള്ള കൃപ നിങ്ങൾക്ക് ദൈവം തരും. ഈ സത്യങ്ങളെല്ലാം പറയുവാൻ ദൈവം എനിക്കൊരു അവസരം തന്നല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഈ മക്കൾക്ക് ഈ സന്തോഷത്തിൽ ഉള്ളൊരു ഓവർഫ്ലോ ഉണ്ടാകണം. യേശുവിൻ്റെ സന്തോഷം അത് ഞങ്ങളിൽ നിറഞ്ഞ് ഓവർഫ്ലോ ആകണം. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ആനന്ദത്തോടെ ചെയ്യാനൊരു പ്രത്യേക കൃപ തരണം. ഇത് കേട്ടവർക്കെല്ലാം ഇതൊരു ഫലമായി, റിസൾട്ടായി തീരട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം. അവരുടെ വീടുകളിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ. ബൈബിൾ വായന ഒരു എൻ്റർടൈൻമെൻ്റ് ആകട്ടെ. ധ്യാനം, പ്രാർത്ഥന, ആരാധനയെല്ലാം ഒരു സന്തോഷമായി മാറട്ടെ. യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്ന് ദാവീദ് പറഞ്ഞതുപോലത്തെ അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ ആഴ്ചയിൽ നമ്മൾ ഒരുമിച്ച് എല്ലാ ദിവസവും ഒരുമിച്ച് യോഹന്നാൻ 15 ധ്യാനിച്ചു. ഇനിയും ധ്യാനിക്കാനുണ്ട്. ഇതെല്ലാം മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. ഈ മീഡിയയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം.
നിങ്ങളുടെ കൈത്താങ്ങൽ എനിക്ക് വേണം. ഞങ്ങൾക്ക് പ്രൈസ് ജനറേഷൻ മീഡിയയ്ക്ക് ആവശ്യമാണ്. ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ തിരുവചനങ്ങൾ എത്തിക്കാൻ ഒരുമിച്ച് നമുക്ക് പ്രയത്നിക്കാം. നാളെ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗം ഞായറാഴ്ച രാവിലെ നാളെ 8 മണിക്കൊണ്ട് നിങ്ങളുടെ കൂട്ടായ്മ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.